ഒരപ്പന് 10 മക്കളുണ്ടെന്ന് കരുതുക. ആ 10 മക്കളും കൂടെ ഒരു മേശമേലിരുന്ന് അപ്പനോട് കൂടെ ഭക്ഷണം കഴിച്ചാൽ ആ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം എന്താണ്? അങ്ങനെയാണ് മനുഷ്യരെ പറ്റി ദൈവം ആഗ്രഹിച്ചത്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഒന്നിച്ച് ആ പിതാവായിരിക്കുന്ന ഏകസത്യ ദൈവത്തോടുകൂടെ ജീവിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിച്ചതെങ്കിലും മനുഷ്യൻ അതിന് കഴിയാതെ പോയത് എന്താണ്? നമ്മുടെ പാപമാണ്. പാപത്തിൻ്റെ അനന്തരഫലം എന്താണ്? ഛിദ്രമാണ്. അതായത് ഒന്നിച്ചിരിക്കേണ്ടവർ രണ്ടായിട്ട് തീരുന്നതാണ് പാപത്തിൻ്റെ സ്വഭാവം. അതായത് നോക്കുവാൻ ഭാര്യാഭർത്തൃ ബന്ധത്തെ മാത്രം ഒന്ന് ഉപമിക്കാം. അവർ അമ്മയപ്പന്മാരെ തള്ളി ഒരു ദേഹമായി ിരിക്കണമെന്നാണ് ദൈവത്തിന്റെ കൽപ്പന. പക്ഷെ എന്താണ്? പാപം അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, ദൈവഭയം ഇല്ലാതെ അവർ എന്താണ്, വിവാഹമോചനം നേടുകയാണ്. ഒന്നായിട്ട് ഇരിക്കേണ്ടവർ രണ്ടായിട്ട് വേർതിരിഞ്ഞു പോവുകയാണ്. ഇതാണ് പാപത്തിന്റെ പരിണതഫലം. അല്ലെങ്കിൽ എന്താണ്, അമ്മയപ്പന്മാരും മക്കളും എല്ലാം കൂടെ ഒന്നിച്ച് സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ എന്താണ്? ഛിദ്രമാണ്. എല്ലായിടത്തും ഛിദ്രമാണ്. കാരണം നമ്മൾ വ്യാപിക്കുന്ന പാപത്തിന്റെ ശക്തി സാത്താന്റെ അധികാരത്തിൽ നിന്ന് വരുന്നു. സാത്താൻ എന്തുകൊണ്ടാണ് വരുന്നത്? മോഷ്ടിപ്പാനും